ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ പ്രതി സെബാസ്റ്റ്യനുമായി തെളിവെടുപ്പ് തുടങ്ങി. കൊലക്കേസിൽ സെബാസ്റ്റ്യനെ ഒന്നാം പ്രതിയാക്കിയതിന് പിന്നാലെയാണ് നടപടി. ചേർത്തലയിലെ വീട്ടിലെത്തിച്ചായിരുന്നു ആദ്യ തെളിവെടുപ്പ്. വിവരങ്ങളുമായി അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ ചെയ്യുന്നു. അശ്വിൻ, ഏറെ പഴക്കമുള്ള കേസാണ്. അനുകൂല ഘടകങ്ങളെക്കാൾ കൂടുതൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ പ്രതിസന്ധികളാണ്. എങ്ങനെ തെളിവെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചന? കുറ്റസമ്മതം നടത്തിയതിന് പിന്നാലെയാണല്ലോ പ്രതി ചേർത്തത്. സുഹേൽ, വെല്ലുവിളികളുടെയും പ്രതിസന്ധിയുടെയും നടുവിലാണ് അന്വേഷണ സംഘം ഈ ബിന്ദു പത്മനാഭൻ കൊലക്കേസുമായി ബന്ധപ്പെട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഒരു തിരോധാന കേസിൽ നിന്ന് മാറി അതൊരു കൊലപാതക കേസായി മാറിയത്. അതിന് പിന്നാലെ 7 ദിവസത്തേക്ക് സെബാസ്റ്റ്യനെയും ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിരുന്നു. ഈ കസ്റ്റഡി കാലാവധിയിലെ ആദ്യ തെളിവെടുപ്പാണ് ഇന്ന് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ ആരംഭിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് കാര്യമായി ഇതുവരെ 3 മണിക്കൂർ പിന്നിടുന്ന തെളിവെടുപ്പിൽ ഇതുവരെ കാര്യമായി ഒന്നും ലഭിച്ചിട്ടില്ല. ഇനി നാളെ മുതൽ കുടക്, ഒപ്പം വേളാങ്കണ്ണി, കണ്ണൂരടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് നാളെ മുതൽ തെളിവെടുപ്പിനായി സെബാസ്റ്റ്യനെ കൊണ്ടുപോകും. അതിന്റെ തുടക്കം എന്നോണമാണ് തെളിവെടുപ്പിന്റെ ആദ്യഘട്ടങ്ങൾ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നടത്തിയിരിക്കുന്നത്. ജയനുമ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഈ കോട്ടയം ക്രൈംബ്രാഞ്ച് 3 തവണ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു. അന്ന് സംശയാസ്പദമായ രീതിയിൽ ഒന്നും കണ്ടെത്താനായിരുന്നില്ല. അതിനപ്പുറത്തേക്ക് ഇന്നൊന്നും കണ്ടെത്താനാവുമെന്ന പ്രതീക്ഷയും ക്രൈംബ്രാഞ്ചിനല്ലേ. എങ്കിലും നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് സെബാസ്റ്റ്യന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ വീട്ടിൽ തെളിവെടുപ്പ് നടക്കുന്നത്. ഇനി നാളെ കുടകിലായിരിക്കും ആദ്യ തെളിവെടുപ്പ് എന്നുള്ളതാണ് പറയുന്നത്. അതിന് പുറമെ ഇന്ന് തന്നെ തണ്ണീർമുക്കം ബണ്ടടക്കമുള്ള സെബാസ്റ്റ്യന്റെ മൊഴിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പല സ്ഥലങ്ങളിലും ഈ തെളിവെടുപ്പിനായി സെബാസ്റ്റ്യനെ കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ എവിടെയാണ് ബിന്ദു പത്മനാഭന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചതെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തമായൊരു മറുപടി സെബാസ്റ്റ്യന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കൊന്നു എന്നുള്ള ഒരു മൊഴിയല്ലാതെ ഇതുവരെ മറ്റ് അന്വേഷണത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു നിലപാടും ഒരു മറുപടിയും സെബാസ്റ്റ്യന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുമില്ല. എന്തായാലും തെളിവെടുപ്പ് ഇന്നുകൊണ്ട് തീരില്ല. നാളെ കേരളത്തിന് പുറത്തേക്കുള്ള സ്ഥലങ്ങളിലേക്ക് സെബാസ്റ്റ്യനുമായി അന്വേഷണ സംഘം പോകും. തീരാ ദുരൂഹതയെ തുടർന്ന ബിന്ദു പത്മനാഭൻ കേസിലാണ് ഇപ്പോൾ അത് കൊലക്കേസാണെന്ന് തെളിഞ്ഞിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം മിണ്ടിത്തുടങ്ങിയ സെബാസ്റ്റ്യൻ താൻ കൊലപ്പെടുത്തിയെന്ന കുറ്റസമ്മതം നടത്തി. എവിടെ നിന്ന് കൊലപ്പെടുത്തി, മൃതദേഹം എവിടെ ഉപേക്ഷിച്ചു, അങ്ങനെ സങ്കീർണതകൾ മുന്നോട്ടേറെയുള്ള കേസാണ്. തെളിവെടുപ്പും പ്രതിസന്ധിയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം, പക്ഷേ നേരിലേക്ക് വെളിച്ചം വീശുമെന്ന കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.